മാറപ്രേം മെത്രാപ്പോലീത്ത തിരുമേനിയോടും കാലം ചെയ്ത ഡോക്ടർ പൗലോസ് തിരുമേനിയോടുമെല്ലാം വളരെയധികം അടുപ്പവും സ്നേഹവും വെച്ച് പുലർത്തുന്ന, നമ്മുടെ സഭയോട് വളരെയധികം സ്നേഹത്തിൽ കഴിയുന്ന അഭിമന്യ ഡോക്ടർ യൂഹന്നാൻ മിലിത്തോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ടാണ് ഇന്ന് നമുക്ക് അനുഗ്രഹ പ്രഭാഷണം നൽകുന്നതിന് എത്തിച്ചേർന്നിട്ടുള്ള തിരുമനസ്സിനെ ഭക്തിയാദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. അതുപോലെ തന്നെ അനുഗ്രഹ പ്രഭാഷണത്തിനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ സഹോദരി സഭയായിട്ടുള്ള മാർത്തോമാ സഭയിലെ തൃശൂർ കുന്നംകുളം മലബാർ ഭദ്രാസനാധിപൻ ഗ്രിഗോറിയോസ് മാർ സ്റ്റെഫനോസ് തിരുമനസ്സുകൊണ്ട് വിളിച്ച അപ്പോൾ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, എന്തായാലും ഞാൻ അവിടെ എത്തിച്ചേരും. പറഞ്ഞതുപോലെ തന്നെ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുവാൻ മറ്റൊരു പ്രോഗ്രാമിന്റെ ഇടയിൽ നിന്ന് ഓടി വന്ന തിരുമനസ്സിനെ ഈ നമ്മുടെ സഭയോടുള്ള സ്നേഹ ബഹുമാനാദരങ്ങൾ അദ്ദേഹം നമ്മോട് അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും പേരിലും സ്വാഗത സംഘം കമ്മിറ്റിയുടെ പേരിലും ഭക്തിയാദരപൂർവ്വം ഗ്രിഗോറിയോസ് മാർ സ്റ്റെഫനോസ് എപ്പിസ്കോപ്പ തിരുമനസ്സിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. നമ്മുടെ സഹോദരി സഭയായിട്ടുള്ള സീറോ മലബാർ സഭ പിതാക്കന്മാർ ഇവിടെ സ്ഥലത്തില്ലാത്തത് കൊണ്ട് ആ സഭയിലെ പിതാക്കന്മാർ നമുക്ക് ഒരു പ്രതിനിധിയെ അയച്ചു തന്നിട്ടുണ്ട്. എത്രയും ബഹുമാനമുള്ള മോൺസിഞ്ഞോർ ഡോക്ടർ ജോർജ് കോമ്പാറ അച്ഛൻ വികാരി ജനറൽ, സീറോ മലബാർ സഭയുടെ വികാരി ജനറലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതേ സഭകളുമായിട്ടുള്ള സ്നേഹം എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങളിലൂടെ തന്റെ പ്രവർത്തനങ്ങളിലൂടെ വിളിച്ചറിയിക്കുന്ന അദ്ദേഹം ഇന്ന് അച്ഛനെയും സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. എല്ലാ പ്രവർത്തനങ്ങളിലും സ്നേഹത്തോടും ഒത്തൊരുമയോടും പ്രവർത്തിക്കുന്ന അദ്ദേഹം സഭയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധ്യമല്ല. ഇന്ന് നമ്മോട് കൂടെ ആയിരിക്കുന്ന, നമ്മളോട് ആശംസകൾ അറിയിക്കുന്ന എത്തിച്ചേർന്നിട്ടുള്ള തൃശ്ശൂരിൻ്റെ നമ്മുടെ എല്ലാം MLA ആയിട്ടുള്ള അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ അവർകളെ നിങ്ങളെല്ലാവരുടെയും പേരിലും ആഘോഷ കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ തൃശ്ശൂർ നഗരസഭാധ്യക്ഷൻ ശ്രീ രാജൻ ജെ പല്ലൻ, അദ്ദേഹവും നമ്മുടെ സഭാ പ്രവർത്തനങ്ങളിൽ വളരെയധികം ശുഷ്കാന്തിയോടുകൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാകുന്നുവല്ലോ. സഭയോടുള്ള സ്നേഹവും അതേ നമ്മുടെ കിഴക്കേക്കോട്ടയിലുള്ള കോളേജിൽ പഠിച്ച തൻ്റെ ഓർമ്മകളുമെല്ലാം പുതുക്കിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അടുക്കിലേക്ക് വരുന്ന നമ്മുടെ തൃശ്ശൂർ നഗരസഭാധിപൻ മേയർ ശ്രീ രാജൻ ജെ പല്ലനെയും യോഗത്തിലേക്ക് ആശംസകൾ അർപ്പിക്കുന്നതിന് നിങ്ങളെല്ലാവരുടെയും പേരിലും ആഘോഷ കമ്മിറ്റിയുടെ പേരിലും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. പ്രവർത്തനങ്ങളായാലും പരിപാടികളായാലും ഓടിയെത്തി നമ്മളെ സഹായിക്കുവാൻ, നമ്മോട് കൂടെ ആയിരിക്കാൻ, നമ്മളോട് സംഭാഷിക്കുവാൻ എല്ലാം കാണിക്കുന്ന പ്രത്യേകമായിട്ടുള്ള താല്പര്യം, നമ്മുടെ സഭയോടും നമ്മുടെ സമൂഹത്തോടുള്ള കടപ്പാട് തൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടെ, തൻ്റെ വാക്കുകളിൽ കൂടെ എപ്പോഴും വിളിച്ചോതുന്ന അഡ്വക്കേറ്റ് നാൻസി അക്കരപ്പറ്റി ഈ വാർഡ് കൗൺസിലറെയും സ്നേഹാദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 200-ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരു വർഷം കൊണ്ട് നടത്തുവാൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാമുകളുടെ ചെറിയ ഒരു സംക്ഷിപ്ത രൂപം നമ്മോട് അവതരിപ്പിക്കുന്നതിനായിട്ട് ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ജനറൽ കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ശ്രീ മാത്യു മാമ്പുള്ളി നമ്മോട് കൂടെയുണ്ട്. അദ്ദേഹത്തെയും ഔപചാരികതയുടെ പേരിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. അതുപോലെ തന്നെ ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസ് ചെയർമാൻ, ഈ ആഘോഷ കമ്മിറ്റിയുടെ എല്ലാം ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ശ്രീ IG ജോയ് അവർകൾ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും കമ്മിറ്റിയുടെ പേരിലും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എത്രയും ബഹുമാനമുള്ള വൈദിക ശ്രേഷ്ഠർ, ശമാശന്മാരെയും
എത്രയും ആദരവോടുകൂടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഭാ ട്രസ്റ്റി ബോർഡ് മെമ്പേഴ്സ്, അതുപോലെ തന്നെ വിവിധ ഇടവകളിൽ കൈക്കാരന്മാർ, കേന്ദ്ര പ്രതിനിധികൾ, അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനമുള്ള സിസ്റ്റേഴ്സ്, മറ്റിടങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള നമ്മുടെ ഭക്തജനങ്ങൾ, ഈ സഭയോട് സ്നേഹവും വാത്സല്യവും കാണിക്കുന്ന തൃശ്ശൂർ നഗരത്തിലെ പൗരജനത, അതുപോലെ തന്നെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും, പ്രത്യേകിച്ച് പത്രപ്രതിനിധികളും മാധ്യമ പ്രതിനിധികളും ദൃശ്യമാധ്യമ പ്രതിനിധികളും എല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ഈ പൊതുസമ്മേളനത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പൗരസ്ത്യ സഭയുടെ ഇന്ത്യയിലെ മെത്രാപ്പൊലീത്തയുടെ ആസ്ഥാന ദേവാലയമാണ് മാർത്ത് മറിയം വലിയ പള്ളി. ആ സ്ഥാനത്ത് ഒരു നവയുഗം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന മെത്രാപ്പൊലീത്തയാണ് മാർ എഫ്രേം മെത്രാപ്പൊലീത്ത. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിമന്യ തിരുമേനിയാണ്. അധ്യക്ഷപദം അലങ്കരിച്ചുകൊണ്ട് ഈ യോഗത്തെ അഭിസംബോധന ചെയ്യാൻ അഭിമന്യ തിരുമേനിയെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകനായിട്ട് വന്നിട്ടുള്ള ഓണറബിൾ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്, നമ്മുടെ സഹോദരി സഭകളിലെ തിരുമേനിമാർ, ഓർത്തഡോക്സ് സഭയിലെ മെലിത്തസ് തിരുമേനി പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. മർത്തോമ സഭയിലെ സ്തെഫാനോസ് തിരുമേനി ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും നമ്മുടെ പരിപാടിയിൽ ഇവിടെ സംബന്ധിക്കുന്നത്. അതുപോലെ കത്തോലിക്ക സഭയുടെ സീറോ മലബാർ സഭയുടെ പ്രതിനിധിയുടെ ആവശ്യമാണ്. കാരണം 100 കൊല്ലം മുമ്പ് അവരാഘോഷിച്ചിരുന്നുവെങ്കിൽ നമ്മളൊക്കെ ഒന്നായിരുന്നു. അന്ന് മീറ്റിംഗ് നടത്തിയോ എന്നുള്ള രേഖകളില്ല, നടത്തി കാണില്ല എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. അന്ന് റിസീവർ രാമയ്യരാണ് ഭരിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് രാമയ്യർ അങ്ങനെ ഒരു യോഗം വിളിച്ചു കൂട്ടി കാണുകയില്ലായിരിക്കാം. എന്തായാലും നാം ഒന്നായിരുന്നു. അത് ഓർപ്പിക്കാൻ ഞാൻ വാസ്തവത്തിലെ പതിവിന് വിപരീതമായ ഒരു കുരിശ് എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇത് സീറോ മലബാർ സഭയുടെ തിരുമേനി ഇന്നലെ വന്നിട്ട്, നമ്മുടെ തട്ടിൽ തിരുമേനി ഇന്നലെ വന്നിട്ട് ഈ കുരിശ് എനിക്ക് സമ്മാനിച്ചു. നമ്മുടെ കുരിശ് പോലെ തന്നെയാണ്, ഇവിടെ കുറച്ചും കൂടി ഭംഗിയുള്ള കുരിശുണ്ട്, പിന്നെ മരമാണെന്ന് മാത്രം. എന്തൊക്കെയായാലും നമ്മുടെ സഭകൾ ഒന്നാകുന്നു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഒന്നായിട്ടാണ് ഇവിടെ ആരാധിച്ചിരുന്നത് എന്നുള്ള വസ്തുത നാം എപ്പോഴും ഓർക്കുന്നത് നല്ലതാണ്. ഈ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഞാനോ വലിയത് ആദ്യം വന്ന് നീയോ വലിയത് എന്ന് സ്ഥാപിക്കാൻ ഉദ്ദേശമുണ്ട്. പക്ഷേ അത് തർക്കത്തിനായിട്ടല്ല, നാം ഒന്നായിരുന്നു എന്നുള്ള വസ്തുത ഓർപ്പിക്കുവാൻ സഭയുടെ കൂട്ടായ്മയ്ക്ക് അത് സഹായകരമായി തീരുവാനായിരിക്കണം ഇപ്രകാരത്തുള്ള ആഘോഷങ്ങൾ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് ഓർത്തഡോക്സ് സഭയുടെ തിരുമേനിയുടെ ഉണ്ട്, ആ സഭയുടെ സെമിനാരിയിൽ നമ്മുടെ അച്ഛന്മാർ പഠിക്കുന്നുണ്ട്, ഇപ്പോഴും ചമാശം പഠിക്കുന്നുണ്ട്. മർത്തോമ സഭയുടെ തിരുമേനിയുണ്ട്, അവിടെ സെമിനാരിയിലും ഇപ്പോൾ ഒരു ചമാശൻ്റെ പഠനം അവിടെ പൂർത്തിയാക്കുകയാണ്. നമ്മുടെ മറിയോവനാന എപ്പിസ്കോപ്പ് തിരുമേനിയും അവിടെ പഠിച്ചതാണ്. ഞാൻ മെത്തഡിസ്റ്റുകാരുടെ സെമിനാരിയിൽ പഠിച്ചതാണ് ജബൽപൂര്. ഓഗൻ തിരുമേനി ലൂതറൻകാരുടെ സെമിനാരിയിൽ പഠിച്ചതാണ് ബീഡിക്ക് മദ്രാസിലെ. ഗുരുകാര്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും ഈ സഭ ചെറുതെങ്കിലും ഒരു വിധത്തിലൊക്കെ സഭകളുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ പുലർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പലർക്കും അറിവുള്ളതാണ്, യാക്കോബായ സഭ, അതിൻ്റെ കാത്തോലിക്ക ബാവ എൻ്റെ വലിയൊരു സുഹൃത്താണ്. എന്നെക്കാൾ വളരെ പ്രായമുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം ബിഷപ്പാവുന്നതിന് മുമ്പ് ഞാൻ ബിഷപ്പായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഒരു അച്ഛനായിരിക്കുമ്പോൾ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നോട് വളരെ ബഹുമാനം അദ്ദേഹം കാണിക്കാറുണ്ട്. എന്നെക്കാൾ വളരെ പ്രായം കൂടിയ ആളാണ് തോമസ് പ്രഥമൻ, ശ്രേഷ്ഠ കാത്തോലിക്ക ബാവ. വാസ്തവത്തിൽ ഇന്ത്യയിലുള്ള എല്ലാ ബിഷപ്പുമാരും ഞാൻ വരുന്ന കാലത്ത് 68 അച്ഛന്മാരോ ചമാശന്മാരോ കോളേജ് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ആയിരുന്നു. എല്ലാ കർദിനാളന്മാരും എല്ലാ കാത്തോലിക്ക ബാവമാരും എല്ലാ സഭാമേലധ്യക്ഷന്മാരും 68 ബിഷപ്പന്മാരെ ഇപ്പോൾ ആരും ക്രിസ്തുവാസൻ തിരുമേനി ചിരിച്ചുകൊണ്ട് ഇപ്പോഴും റിട്ടയർ ചെയ്തുകൊണ്ട് ചിരിച്ചുകൊണ്ടുണ്ടെങ്കിലും ആക്റ്റീവായിട്ടുള്ളവർ എല്ലാവരും പുതിയ ആളുകളാണ്. എല്ലാവരോടും ഞാൻ സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ യാക്കോബായനെ പറഞ്ഞത്, നമ്മുടെ നോട്ടീസിലുള്ള ഒരാളോട് സ്ഥലത്തില്ല എന്ന് നിങ്ങൾ കാണും.
അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശം കൂടെ കിട്ടിയിട്ടുണ്ട്. അത്തനാസിയോസ് എലിയാസ് മെത്രാപ്പൊലീത്തൻ ഈ തൃശ്ശൂർ ഭാഗത്തുള്ള ഈ ദുഃഖാചരണത്തിന്റെ സമയത്ത് ഒരു ജൂബിലി ആഘോഷത്തിൽ സംബന്ധിക്കുക ശരിയായിരിക്കില്ല എന്നുള്ളത് കൊണ്ടും അദ്ദേഹം ദുഃഖത്തോടു കൂടെയാണ് ഇവിടെ വരാൻ പറ്റാത്തത്, ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തത്. വർഷം ആഘോഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പാട്ട് നാം ഇവിടെ അവസാനിപ്പിച്ചത്. പതാക എന്നുള്ള പാട്ടിൻ്റെ ആദ്യത്തെ എല്ലാ സ്റ്റാൻസയും ഞാൻ ഓസ്ട്രേലിയയിൽ വെച്ച് പാട്ട് കേട്ടപ്പോൾ തർജ്ജമ ചെയ്തതും ഇവിടെ പാത്രീസ് ബാബ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അത് പാടിയതുമാണ്. അതിനോട് ചേർത്തിട്ടാണ് ഈ ലാസ്റ്റ് സ്റ്റാൻസ് കൂടി ചേർത്തി ആ പാട്ട് ഇവിടെ പാടാനിട വന്നത്. കഴിയുന്നതും സുറിയാനി ട്യൂണുകളെ കളയാതെ സൂക്ഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ ഹൈക്കോടതി ജഡ്ജി എന്നോട് വന്നപ്പോൾ എന്നോട് പറയേണ്ടായി, സുറിയാനി നമ്മൾ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ, സുറിയാനി കാത്തു സൂക്ഷിക്കുന്നുണ്ടോ, സുറിയാനിയുടെ കുർബാന കാണണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. സുറിയാനിയുടെ പാരമ്പര്യത്തെ കളയാതെ സൂക്ഷിക്കണം. വാസ്തവത്തിൽ അത് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ചരിത്രത്തിൽ. എങ്കിലും സുറിയാനി ക്രിസ്ത്യാനികളായ നാം പലരും നഷ്ടപ്പെടുത്താതെ അതേ സമയത്ത് നമ്മുടെ സ്വന്തം ഭാഷ മാതൃഭാഷയിൽ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യവും അവസരവും നമ്മുടെ ജനങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. ാണ് വെച്ചത്. അപ്പോൾ ശരിയായിട്ട് പറയുകയാണെങ്കിൽ തൃശ്ശൂർ പ്രദേശങ്ങളിലെ ഒക്കെ ഒന്നാമത്തെ പള്ളി പട്ടിക്കാട്ടാണെന്ന് അവർക്ക് അവകാശപ്പെടാം, ചെറിയതെങ്കിലും. നമ്മൾ രണ്ടാമത്തെ എന്ന് പറയും. അവിടെ ശക്തൻ തമ്പുരാൻ്റെ കുടുംബമൊന്നും ഇല്ല. പക്ഷെ ശക്തൻ തമ്പുരാൻ്റെ ഒരാളുമായി ബന്ധമുണ്ട്. ഇവിടെ ഒരു അരമനയുണ്ട്. ഈ വാക്കുകളൊക്കെ വെച്ചിട്ട് ലേഖനം എഴുതിയ ആള് ഭവൻസ് ജേണലിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എഴുതി വെച്ചിരിക്കുകയാണ്, ഫോട്ടോ ഇട്ടിരിക്കുകയാണ്, നമ്മുടെ അരമനയുടെ ഫോട്ടോ. ആ കുടുംബത്തിൽ നിന്ന് രാജകുടുംബത്തിൽ ഒരാളെ കൊണ്ടുവരണമെന്നും അതുപോലെ തന്നെ നെഹ്റു നമ്മുടെ ഈ അരമനയിൽ വന്നിട്ടുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ഓർത്തുകൊണ്ട് 1931 തൃശ്ശൂരിലെ ഒന്നാമത്തെ സന്ദർശനത്തിലെ നെഹ്റുവും ഭാര്യ കമലയും മകൾ ഇന്ദിരയും കൂടി തൃശ്ശൂർ പട്ടണത്തിൽ പ്രസംഗിക്കാൻ നായ്ക്കനാലിൽ എത്തുന്നതിന് മുൻപ് ഇവിടെ എത്തിയപ്പോൾ എവിടെയാണ് ബിഷപ്പിൻ്റെ അരമന, എനിക്ക് അവിടെ ആദ്യം പോകണം. കാരണം എന്താണ്? മഹാത്മാഗാന്ധിജി 1927 വന്നപ്പോൾ നമ്മുടെ തിരുമേനി ഇറാഖിലായിരുന്നു എന്നുള്ളത് കൊണ്ട് കാണാൻ സാധിക്കാതെ പോയി. അതുകൊണ്ട് നെഹ്റു പോയാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ബിഷപ്പിൻ്റെ അവിടെ പോകണം ആണ് എന്ന് പറഞ്ഞു. ആ സന്ദർശനത്തെക്കുറിച്ച് പിന്നീട് ആൻ ഓട്ടോബയോഗ്രഫി എന്നുള്ള പുസ്തകത്തിലെ നെഹ്റു കഴിഞ്ഞ വർഷം നാം ആ ബിഷപ്പിനെ കണ്ടത്, അവിടെ പോയി ചായ കുടിച്ചത് എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഞങ്ങളെ തരണം ചെയ്യാനുള്ള പ്രതിസന്ധികൾ നേരിടാനുള്ള ശക്തി, ഊർജം എനിക്ക് നൽകുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കലഹങ്ങളും പ്രശ്നങ്ങളും കാര്യമായി പഠിക്കാനും സ്നേഹത്തോടുകൂടെ ഇന്നത്തെ എക്യുമെനിക്കൽ കാലഘട്ടത്തിൻ്റെ ലക്ഷ്യമാക്കി മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനും ഞാൻ പരിശ്രമിക്കുന്നു. അതുകൊണ്ട് ദൈവം എനിക്ക് വലിയ അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. മാർപ്പാപ്പയോട് ഒത്തുചേർന്ന് 2 മാർപ്പാപ്പമാരെ ആദ്യത്തെ മാർപ്പാപ്പയുമായിട്ട് 1985 റോമിലുള്ള 20,000 പേര് ആശീർവദിക്കുന്ന സമയത്ത് മാർപ്പാപ്പയുടെ സെക്രട്ടറി വന്ന് പറയുന്നു, മാർപ്പാപ്പ വിളിക്കുന്നു, മാർപ്പാപ്പയോടൊപ്പം നിന്ന് കൈകളെ ഉയർത്തി ഈ ജനക്കൂട്ടത്തെ ആശീർവദിക്കുവിൻ. ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ വെറും 45 വയസ്സുള്ളൊരു മെത്രാൻ. പക്ഷേ എങ്കിലും ആ കിട്ടിയ മഹാഭാഗ്യത്തോട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഞാൻ അത് വേഗം സ്റ്റേജിലേക്ക് പതുക്കെ പടി വെച്ച് നോക്കി. അവിടെ കയറി. അവിടെ ബോഡി ഗാർഡ് നിൽക്കുന്നുണ്ട്. മാർപ്പാപ്പി ആരെങ്കിലും വെടിവെച്ചാൽ, ഒരിക്കൽ ഇവിടെ വെടിവെച്ചിട്ടുണ്ട്, ഇനി വെടിവെച്ചാൽ ആ വെടിയുണ്ട് ഏറ്റുവാങ്ങാനായിട്ടുള്ള ബോഡി ഗാർഡ്, സ്വിസ് ഗാർഡ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അയാളുടെ ഇപ്പുറത്താണ് എന്നെ നിർത്തിയിരിക്കുന്നത്. ഞാൻ ആലോചിച്ചു, വെടിയുണ്ട് അല്പം ചരിഞ്ഞാൽ ഇയാൾ അങ്ങോട്ട് ചരിയോ, എൻ്റെ മുമ്പിലേക്ക് വന്നാൽ അത് ഏറ്റുവാങ്ങുമോ എന്നൊക്കെ ചിന്തിച്ചും ഭയന്നും കൈകൾ ഉയർത്തിക്കൊണ്ട് മാർപ്പാപ്പയോടൊപ്പം നിന്നുകൊണ്ട് ആ വലിയ ജനക്കൂട്ടത്തെ ആശീർവദിക്കാൻ ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. ബെനഡിക്ട് മാർപ്പാപ്പയോട് ചേർന്ന് ഞങ്ങൾ അവിടെ കുറേ ദൂരം അവിടെ അസീസിയല്ലെങ്കിലും ദൈവം എന്നെ ഉപയോഗിച്ചു എന്നുള്ളതിനെ വിനയത്തോടുകൂടെ എന്നെ തന്നെ വിനയപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ജോലികൾ വിശ്വസ്തോടെ ചെയ്യാനുള്ള ശക്തി ലോകത്തിൻ്റെ പല സ്ഥലത്ത് ആളുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ്. ചരിത്രം പറയുമ്പോൾ കുറേ ചരിത്ര സത്യങ്ങൾ പറയാനുണ്ട്. ക്രിസ്ത്യൻ തിയോളജിയിലെ ഒന്നാമത്തെ ഡോക്ടറേറ്റ് പ്രബന്ധം പൗലോസ് മാർ ഗ്രിഗോറിയോസ് എന്ന് പറഞ്ഞ കോട്ടയത്തെ മെത്രാപ്പൊലീത്ത എഴുതി. അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ചാണ് ഡോക്ടറേറ്റ് ഡിഗ്രി എടുത്തത്. അന്ന് മർത്തോമ സഭയിൽ 2 അച്ഛന്മാർക്കും ന്യൂ ടെസ്റ്റ്മെൻറ്റിലും ഡോക്ടറേറ്റ് ലഭിക്കുകയുണ്ടായി. മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറിനെ കാണാൻ വന്നിരുന്നു. അദ്ദേഹത്തിന് ഒരു താല്പര്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അദ്ദേഹത്തിന് എൻ്റെ കമ്പ്യൂട്ടറിലെ കോപ്പി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ഇത് അടുത്ത് തന്നെ പ്രസിദ്ധീകരിക്കും. ഈ വർഷത്തിൽ ഇങ്ങനെയായാലും ഈ പള്ളിയുടെ ചരിത്രത്തിന് ഊന്നൽ കൊടുക്കണം, അത് പ്രസിദ്ധീകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടുത്തെ ചരിത്രം കൂടുതൽ പറയണമെന്നില്ല. അന്ന് ആ പുസ്തകം വായിക്കുമ്പോൾ പ്രധാന സംഭവങ്ങളൊക്കെ
അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് എഴുതിയ സമയത്ത് എന്നെ പഠിപ്പിച്ചൊരു മാഷ് വന്ന് എന്നെ ഞാൻ ബഹുമാനിക്കുന്ന മാഷു എന്ന് പറഞ്ഞു, തിരുമേനി ഒരു കാര്യം ചെയ്യണം, ഇതൊക്കെ വല്ലതൊക്കെ വലിയ ആവേശത്തിൽ വല്ലതൊക്കെ എഴുതി വെച്ചിട്ട് അത് വല്ല ദോഷമായിട്ട് വരുമോ? ഈ പള്ളി കേസൊക്കെ ഉണ്ടായിട്ടുള്ള പള്ളിയാണ്, ഇനി കേസിൻ്റെ ആയിട്ട് ഈ പള്ളി കയ്യിൽ നിന്ന് പോവോ? തിരുമേനിയുടെ വിവരക്കേട് കൊണ്ട്, അറിവ് കുറവ് കൊണ്ട്, പരിചയക്കുറവ് കൊണ്ട് വല്ല അബദ്ധങ്ങളും എഴുന്നള്ളിക്കുമോ? ഞാൻ പറഞ്ഞു, എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, ഞാൻ ചെറുപ്പമാണ്, അന്ന് എനിക്ക് 30 വയസ്സേ ഉള്ളത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. എങ്കിലും എൻ്റെ അറിവനുസരിച്ച്, ദൈവം തന്ന അറിവുകളനുസരിച്ച് ആണ് ഞാൻ ആ തീസിസ് അന്ന് എഴുതിയത്. വളരെയധികം കാര്യങ്ങൾ വയ്ക്കാനാണ് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ നമ്മെ സഹായിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടുത്തെ പുത്തൻപള്ളിയിലെ പല പരിപാടിക്കും ഞാൻ പോകും. ഇവിടെ ഉണ്ടായിരുന്ന കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ പള്ളിയിൽ ആരാധിച്ചിരുന്ന ആളുകൾ 1925 ഏപ്രിൽ 18 കോർട്ടൻ്റെ വിധി വന്നപ്പോൾ ഈ പള്ളി നമുക്ക് വിട്ടുതന്ന് വ്യക്തമായി കഴിഞ്ഞപ്പോൾ ആളുകൾ രാജാവിന് പെറ്റീഷൻ കൊടുത്ത് തൊട്ടടുത്ത് തന്നെ ഒരു പള്ളി പണിയാൻ, ആരാധന തുടങ്ങാൻ ആ വർഷത്തിൽ തന്നെ തുടങ്ങി. ഒരാൾ എന്നോട് പറഞ്ഞു, അതിൻ്റെ 90-ാം വാർഷികം ഞങ്ങൾ ആഘോഷിക്കാൻ പോവാണ്, വർഷത്തിന് ഈ 200 നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നിച്ചില്ലെങ്കിലും ആഘോഷിക്കുന്നത് കൂട്ടായ്മയ്ക്കും സഹായത്തിന് നന്മയ്ക്കുമായിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇവിടുത്തെ പള്ളിക്കാരെല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഇത് ക്രമീകരിച്ചത്. അതുപോലെ അവർക്ക് 90-ാം ആഘോഷം ഉണ്ടാകുമ്പോൾ അവരെന്നെ ക്ഷണിച്ചാൽ തീർച്ചയായിട്ടും ഞാനവിടെ പോകും. അന്ന് ബിഷപ്പില്ലാത്തൊരു കാലമായിരുന്നു എന്ന് എനിക്കറിയാം. ഞാൻ ചമ്മാച്ചൻ പോലും ആയിട്ടില്ല, കുട്ടിയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ അവരോട് പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, ചാനലുകാരൊന്നും മറുപടി പറഞ്ഞില്ല, അവരെന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, വർഷങ്ങൾക്കല്ല കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ നാവ് പഴിച്ചു പോയതാ, അത് തിരുമേനി അല്ലാന്ന് എനിക്കറിയാം എന്ന് പറയുന്നുണ്ടായി. മനസ്സിലായി, സംശയം തീർത്തല്ലോ. ഏതായാലും ഇങ്ങനെയുള്ള പല സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇതിനൊക്കെ ശേഷം ഇന്ന് സ്നേഹത്തോടും കൂട്ടായ്മയോടെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. വത്തിക്കാനുമായിട്ടുള്ള നമ്മുടെ സഭയുടെ സംഭാഷണങ്ങളിലെ ചെയർമാനായിട്ട് കുറച്ച് കൊല്ലങ്ങൾ പ്രവർത്തിക്കാൻ എനിക്ക് സഹകരിക്കുകയാണ്. വന്നിട്ടുള്ള എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ടും ഈ അധ്യക്ഷ പ്രസംഗം എന്നുള്ള ചുമതലയെ അവരെല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്തുകൊണ്ടും അവരുടെ വാക്കുകൾക്ക് വേണ്ടി നാം കാതോർക്കുന്നു. കൽദായ സുറിയാനി സഭ തൃശ്ശൂരിലെ പുരാതനമായ ഈ ദേവാലയം വിശ്വാസത്തിൻ്റെ ദീപശിഖയുമായിക്കൊണ്ട് ഇന്ന് നമ്മുടെ ആഘോഷങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് കൂടി വന്നുള്ള ആളുകളെ സ്വാഗതം ചെയ്യുകയും നമ്മുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ കൂടുതൽ ത്യാഗത്തോടും ഉത്സാഹത്തോടും കൂടെ നാം ആയിരിക്കാനും അതിൻ്റെ ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ മേലുണ്ടാകുവാനും ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ പ്രസംഗം ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് മാർ എഫ്രേം തിരുമേനി തിരിതെളിയിക്കും. അഭിവന്യ യൂഹാനോന്മാർ മിലിത്തോസ് മെത്രാപ്പൊലീത്ത തിരിതെളിയിക്കും. റൈറ്റ് റവറൻഡ് ഗ്രിഗോറിയോസ് മാർ സ്തെഫാനോസ് എപ്പിസ്കോപ്പ തിരിതെളിയിക്കും. നമ്മുടെ സഭയിലെ 2 കൊച്ചു തിരുമേനിമാർ ഒരുമിച്ച് ചേർന്ന് ഒരു തിരി തെളിയിക്കും. സിറോ മലബാർ സഭയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ ജോർജ് കോമ്പാറ തിരി തെളിയിക്കും. തൃശ്ശൂരിൻ്റെ MLA അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ തിരി തെളിയിക്കും. തൃശ്ശൂർ നഗരത്തിൻ്റെ ആരാധ്യനായ മേയർ ശ്രീ രാജൻ പല്ലു, ഈ വാർഡിൻ്റെ കൗൺസിലർ അഡ്വക്കേറ്റ് നാൻസി അക്കരപ്പൻ. എല്ലാവർക്കും ഇരിക്കാം. ശ്രീ അലക്സാണ്ടർ തോമസ്, Honorable Justice, High Court of Kerala, ക്ഷണിക്കും. Respected His Grace, the Right Reverend Dr. Mar Ephraim, the Metropolitan of the Church of the East in India, Mar Yohanan Yusuf and Mar Augen Kuriakos, the Reverend Episcopos of the Church of the East, His Grace Dr. Yohanan Mar Mithilos, Metropolitan of the Malagala Orthodox Church, His Grace Dr. Right Reverend
Gregorius Mar Stephanos, Episcopal of the Marthoma Church, Monsignor Dr. George Kombara, Vicar General of the Syro-Malabar Archdiocese of Trichy, Honorable Member of the Legislative Assembly and former Speaker, Sri Theramil Ramakrishnan, Worshipful Mayor of Trichy, Sri Rajan P. Pallan, all the other dignitaries on the dais, the revered priests of the Church of the East in India, and the priests from the other denominations, and my dear brothers and sisters of the Church of the East in India. I deem it as a privilege and honor in being invited to inaugurate the centenary celebrations of the Marth Mariam Vallipalli, the church consecrated to the adorable mother of our Yeshua Mishka. This historic church has been visited by very high dignitaries like the Maharajas of Travancore and the former Prime Minister Srimati Indira Gandhi. And I'm told that Pandit Jawaharlal Nehru and his family had visited the Metropolitan's Palace in Trichy in 1934. In India, the Assyrian Church of the East is popularly known as the Chaldean Syrian Church, which is based in Trichy. The Metropolitan of the Church of the East in India, His Grace Dr. Mara Prem, is not only a committed person of religion and spirituality, but is also a scholar par excellence in the fields of church history, East Syriac language and liturgy. And I would venture to say that Metropolitan Mara Prem and Emeritus Metropolitan Mar Chrysostom Marthoma represent the twin faces of the laughing Buddha of the global church. To persons like me, Metropolitan Mara Prem and the late Paulus Mar Paulus, whom I had the privilege to know personally, personified the Chaldean Church of the East in India. Being an outsider who is an admirer and lover of your church, I am sure your Metropolitan would forgive me if I would breach the time limit of 15 minutes given to me by about 5 or 6 minutes. The Chaldean Church of the East in India, though a minuscule church going by its numbers, is one of the best role models and icons among the churches in the actual practice of ecumenism and reaching out to the internal rival factions for bringing about genuine reconciliation and peace within the church facing divisions. Unity among the two factions of the Church of the East in India was accomplished in 1995 due to the path of brotherly reconciliation shown between Metropolitan Mara Prem and late Metropolitan Mar Timothy II, and this reconciliation demonstrated to the entire churches in the world that divisions and factionalism can be resolved without the involvement of the courts. The Church of the East has intimate and organic connections with its brethren in countries like Iraq, Iran, and the diaspora of its members settled in the Western countries. Reports of human rights organizations and media have disclosed substantial displacement of Chaldean and Nestorian Christians from Iraq and neighboring places, and recently from Syria as well. The forcible displacement and migration due to violence-prone atmosphere is a matter of great concern for all who believe in human rights and civil liberties, as those uprooted people are thrown to untold miseries and torment. Patriarch Louis Raphael Saka, the head of the Chaldean Catholic Church in Baghdad, had recently appealed to all Chaldean Catholics and Assyrian Christians not to leave their Iraqi homeland, as their religious uniqueness is inextricably linked with the history and geography of Iraq, and called upon the Iraqi Christians to build bridges of love with their Muslim brethren. Today we are standing under the shadow of the great sorrow caused by the demise of His Holiness Ignatius Saka I was one, the Patriarch of Antioch and all the East, and the head of the Universal Syrian Orthodox Church. The Syrian Orthodox Patriarch was constrained to seek exile in Lebanon due to the civil war in Syria. It is reported in the media that the funeral of Patriarch Ignatius Saka will be held in Damascus on 28th of this month, and let us all fervently pray that the divine providence will grant the full grace for the serene and beautiful conduct of that funeral. The churches in Syria and in the ancient lands of Babylon, Persia, and the neighboring regions are now facing times of great turbulence. The Western and other superpowers, Israel and the Arab world, and all other influential players are now taking effective steps in tune with their international responsibilities to end such strifes and bring at least a semblance of peace in such regions. In the context of the international obligations for protection from hostilities against religious minorities, the real question to be posed to the world citizenry and the global conscience is not as to which is a community that is at the receiving end in such strifes, but as to whether the victims are facing hostility and discrimination due to their being
due to their being a religious minority. While the churches and civil society groups should take necessary steps with international human rights agencies for alleviating such problems of displaced religious minorities, the more appropriate response in the long term for the churches to adopt is the path of interreligious dialogue and intercultural dialogue, so as to deal with the actual causes of such problems and not merely to go in for the treatment of the symptoms. The churches should take active role in bringing in genuine peace in West Asian regions like Israel, Palestine, Syria, Lebanon, Iraq, Iran, etc. The light spread by two great men who have recently assumed high positions of authority, Pope Francis of the Roman Catholic Church and President Hassan Rouhani of Iran, have kindled high hopes among those who aspire and dream for world peace. The recent Iranian peace deal is a key pointer to many such events that may unfold for the flowering of peace in that hotspot region. In March 2013, His Holiness Pope Francis spoke on interreligious dialogue as follows, and I quote, "The Church is aware of the importance of the promotion of friendship and respect between men and women of different religious traditions. I want to repeat this. The promotion of friendship and respect between men and women of different religious traditions, although not claiming to belong to any religious tradition, still feel themselves to be in search of truth, goodness and beauty, God's truth, goodness and beauty, and who are our precious allies in the effort to defend human dignity in building a peaceful coexistence between peoples and in carefully protecting creation," unquote. The recent bold utterance of His Holiness Pope Francis that my God is not a Catholic gives tremendous hope and faith for each one of us to go forward in this great adventure in our times in the quest of peace. The great thinker, philosopher and Catholic theologian, I would say universal theologian, Professor Raymond Panikkar has contended that peace requires more than nuclear, military or economic disarmament, and that peace can ultimately be obtained only by cultural disarmament, which requires that absolutism be abandoned for true reconciliation through ongoing intercultural dialogues. He has effectively said that peace cannot be won or achieved through our struggles, but is something which is only to be received as a gift. As the great Buddhist work Dhammapada has said, conquering we engender hatred, conquered we suffer. With serenity and gladness we live, if victory and defeat are overcome. The world's independent coexistence. The Apostolic Syrian Church of the East, with its see in Baghdad, popularly known with the misnomer the Nestorian Church, was one of the most significant Christian communities to develop east of the Roman Empire, and in its days of glory, it had about 8 million adherents stretched from the Mediterranean to China. The church had a rich history from its apostolic Christian West. Christoph Baumer, in his illuminating work on the history of Assyrian Christianity titled The Church of the East, has stated thus: "The Church of the East is the martyr church of history. No other church has made so many sacrifices through the steadfastness of its confessing members, who countered oppression and persecution. From this consciousness, the inner strength to withstand further triumphs. The path adopted by Patriarch Mar Dinga IV for a renewal of dimensions of religiosity, spirituality, pastoral care, humanitarianism and cultural work is the only correct one. The Church has enough exceptional features to work out liturgical language closely related to the language of Jesus. Third, a rich mysticism. Fourth, the lack of the always problematic priestly celibacy. And fifth, the absence of the stifling idea of the original sin, which leads us to sixth, an emphasis on free will. The Church of the East is an ancient church which has preserved its Oriental roots. As such, it has the potential to attract those in Asia for whom the Catholic and Protestant churches have less appeal," unquote. Before I conclude, may I take this opportunity to call upon Metropolitan Marapre and the Church of the East in India to take active interest in the promotion and learning of Aramaic and East Syriac language, at least among the members of this church. This could be a small step in the recreation of the universe of the language and culture of Yeshua Mashiach, so that Christianity is firmly rooted in its Oriental origins, and so that life and teachings of Yeshua is better understood and practiced from the perspective of the man who lived and breathed in the East. We should highly appreciate my revered teacher, Professor Vishnu Narayan Nambudiri, once told me that if you want to read and understand the Vedas and Upanishads, one should do that in the medium of Sanskrit. Likewise, if one wants to understand and read Quran, one has to go by the original language in which it was inspired to be written. I hope that Metropolitan Mar Apre will take
effective steps to collaborate with institutions like the Saint Ephraim Ecumenical Research Institute, Kottayam, and the Beth Ephraim Nasrani Dayara set up near Kurovalengad for the better promotion of Syriac language among